24 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ 2 സഹോദരികൾ ജീവിച്ചിരുന്നു. ഒരു നാൾ ഇവർ മരണപ്പെടുകയും മരണപ്പെട്ട 8-ാം നാൾ അവരുടെ ആത്മാവിനെ അയൽവാസികൾ കാണാൻ രാത്രി സമയങ്ങളിൽ ആ വീട്ടിൽ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. 2 ആത്മാക്കൾ ആ നാടിനെ തന്നെ ഭയപ്പെടുത്തിയിരുന്നു. ഒരു നാൾ ആ വീട്ടിലേക്ക് ഒരാൾ വന്നു. സർവശക്തികളുമുള്ള ഒരാൾ ആ 2 ആത്മാവിനെ ആവാഹിക്കുവാൻ വന്നു. ആ 2 ആത്മാവിനെ ആവാഹിച്ചു, ബന്ധിച്ചു. ആ വീട് എന്നേക്കുമായി പൂട്ടി. അതിനുശേഷം ആരും തന്നെ ആ വീട്ടിലേക്ക് പോയില്ല. 24 വർഷങ്ങൾക്ക് ശേഷം ഈ വീട്ടിൽ 3 പേർ വരുന്നു. ഷെഹീർ, അച്ചു, ലയ. ഇവർ 3 പേർ സുഹൃത്തുക്കളാണ്. ഈ വീടിപ്പോൾ അച്ചുവിൻ്റെ പേരിലാണ്. ഇവർ 3 പേരും ചെറുപ്പം മുതലേ സുഹൃത്തുക്കളാണ്. ഇവർ 3 പേരും ഈ വീട്ടിൽ കുറച്ച് നാൾ താമസിക്കുവാൻ വേണ്ടി വരുന്നു. ഈ വീടിൻ്റെ വാതിൽ തുറന്നപ്പോൾ കാട്ടിൽ നിന്നും ഒരു വലിയ ശക്തി ഓടി വന്നു. ആ ശക്തി ആ വീടിൻ്റെ അകത്ത് കയറി. അത് 2 ആത്മാവിൽ ഒരാത്മാവായിരുന്നു. അന്ന് രാത്രി സമയത്ത് ലയ മുടി ചീവിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരു രൂപം കണ്ടതായി തോന്നി. പക്ഷേ അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ലയ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു പ്രേതരൂപം കണ്ടു. അത് കണ്ട് ഭയന്ന ലയ നേരെ കട്ടിലിൽ പോയി. കട്ടിലിൻ്റെ പുറകിൽ ഒരു പ്രേതരൂപമുണ്ടെന്ന് മനസ്സിലാക്കിയ ലയ തിരിഞ്ഞു നോക്കി. പക്ഷേ ഒന്നും കണ്ടില്ല. അന്ന് രാത്രി അവൾ കിടന്നു. ലയ കിടക്കുന്ന സമയത്ത് ആ ആത്മാവ് ലയയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. ആ 2 ആത്മാക്കൾ അവരുടെ പ്രതികാരം പൂർത്തിയാക്കുവാൻ പോകുന്നു.